ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ CVC വേർഡ്സ് 3 ലെറ്റർ വേർഡ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 4 ലെറ്റർ 5 ലെറ്റർ വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കൺസോണന്റ് ബ്ലെൻഡ്. എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞേ ഇംഗ്ലീഷിൽ? 26. കറക്റ്റ്. 26ൽ എത്ര വൗവൽസ് ഉണ്ട്? 5 വൗവൽസ്. ഏതൊക്കെയാ? A, E, I, O, U. A, E, I, O, U. പിന്നെ Y ഓണററി വൗവലാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 21 അല്ല 20 പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 21 കൺസോണൻസും 5 വൗവൽസും ആണ് ഉള്ളത്. ഓക്കെ, ഇനി കൺസോണൻസ് വൗവൽസ് അല്ലാതെയുള്ള ലെറ്റേഴ്സിൻ്റെ ബ്ലെൻഡിങ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഒരു പ്രാവശ്യം നമുക്ക് ലെറ്ററിൻ്റെ സൗണ്ട് എല്ലാം, ഫോണിക് സൗണ്ട് എല്ലാം ലെറ്റേഴ്സിൻ്റെ പറഞ്ഞിട്ട് ആൽഫബറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേഗം പറയണം കേട്ടോ. ഇവിടെ അതിൽ നമുക്ക് പ്ലേ ചെയ്യാം. ടി വിയിൽ ഇപ്പോൾ വെക്കണ്ട, കൺസോണന്റ് ബ്ലെൻഡ് ആകുമ്പോൾ അതിലോട്ട് വെക്കാം. ഇവിടെ വേഗം പറഞ്ഞു, അത് വേഗം മാറ്റി കാണിക്കാം. A, A. വെരി ഗുഡ്. നെക്സ്റ്റ് B, B. C, K. D, D. E, A. Elephant. Next F, F. G, G. H, H. I, E. J, J. K, K. L, L. M, M. N, N. O, O. P, P. Q, Qua. R, R. S, T, T. U, A. Umbrella. A. V, V. W, walk. Next X, Y, year. And Z, very good. Super. Clap for yourself. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചാക്കാം, മിക്സ് ചെയ്യാം. മതി ക്ലാപ്പ് ചെയ്തത്. കൈ വേദന എടുക്കുക. അങ്ങനെ ഒത്തിരി മുറുകെ അടിച്ചാൽ വേദന എടുക്കില്ല. നല്ല ശക്തി ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചാക്കിയിട്ട് വായിക്കണം. ഞാനിങ്ങനെ അടുത്തടുത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? ഓക്കെ, ബിയും എല്ലും ഒരുമിച്ചല്ലേ അടുത്തടുത്തല്ലേ എഴുതിയേക്കുന്നത്. പിന്നെ എയുടെ സൗണ്ട് എന്താ? ആ. സിയുടെയും കെയുടെ ഒരുമിച്ചാക്കി എഴുതിയിട്ടുണ്ട്. അപ്പൊ സിയും കെയും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, ബിയും എല്ലും കൂടെ ബ്ലെൻഡ് ചെയ്യാം. ബിയുടെ സൗണ്ട് എന്താ? ബ. എല്ലിന്റെ സൗണ്ട് എന്താ? ഇ. അപ്പൊ ബിയും എല്ലും കൂടെ നമ്മൾക്ക് ഒരുമിച്ചാക്കിയിട്ട് പറയാം, ബ്ലെൻഡ് ആക്കാം. ആ, ബിൾ. ബ സൗണ്ടും ഇ സൗണ്ടും കൂടെ ഒരുമിച്ചാക്കി കഴിയുമ്പോ ബിൾ, ബിൾ, ബിൾ. ആ. സിയും കെയുടെ, സിയുടെ സൗണ്ട് എന്താ? ഖ. കെയുടെ സൗണ്ട് എന്താ? ഖ. ഖ ഖ വരുമ്പോ ഖ ഒരുമിച്ചാക്കിയിട്ട്. അപ്പൊ വായിച്ചേ, ബിൾ, ആ, ഖ. ബ്ലാക്ക്. ബ്ലാക്ക് മീനിങ് കറുപ്പ്, ബ്ലാക്ക് കളർ. നമ്മുടെ അയ്യോ എൻ്റെ തലയിൽ മുടിയില്ല കാണിക്കാനായിട്ട്. ആ, നിങ്ങളുടെ തലയിൽ മുടിയുണ്ട്. ഓക്കെ, ബ്ലാക്ക് കളർ. ആ, the mic is also black color. ഇത് black. My jeans is trouser is black color. എന്താ അവിടെ? ആ, സ്റ്റോൺസ്. കല്ലിന് ബ്ലാക്ക് കളറാണ്. ഓർ വേറെ എന്താ? ട്രൈപോഡ് ഈസ് ബ്ലാക്ക് കളർ. ഇതവിടെ ഒരു കവർ ഇരിക്കുന്നുണ്ട്, ബ്ലാക്ക് കളർ. ദ വിൻഡോ ഗ്രിൽ ഈസ് ബ്ലാക്ക് കളർ. ഓക്കെ, ബ്ലാക്ക് കളർ, കറുപ്പ്. ഇനി വേഗം വായിച്ചു. ടി വി ഈസ് ബ്ലാക്ക് കളർ. വെരി ഗുഡ്. ഓക്കെ, ഇനി വേഗം വായിച്ചു പോവാ. ഇങ്ങനെ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ ബ്ലെൻഡ് ചെയ്യണമെന്ന്? നെക്സ്റ്റ് ഓക്കെ. ആ, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. വൗവൽസ് പറഞ്ഞില്ലേ? 5 വൗവൽസ് ഒന്നുകൂടി പറഞ്ഞേ. A, E, I, O, U. A, E, I, O, U വൗവൽസ്. ഈ വൗവൽസിന് 2 ശബ്ദമുണ്ട്. നമ്മൾ എയുടെ സൗണ്ട് എന്താ പഠിച്ചേ? ആ. ഇയുടെ സൗണ്ട് എന്താ പഠിച്ചേ? ഇ. എ, എലിഫന്റ്, ഷോർട്ട് സൗണ്ട്. ഐയുടെ സൗണ്ട് എന്താ പഠിച്ചേ? ഇ, ഇൻസെക്ട്, ഷോർട്ട് സൗണ്ട്. ഐയുടെ ഇ.
ഓ സൗണ്ട് ഓ. യു ആ ആ അപ്പ് അംബ്രല്ല. ഇതെല്ലാം നമ്മൾ പഠിച്ചതെല്ലാം ഷോർട്ട് വവ്വൽ സൗണ്ട്സ് ആണ്. ഇനി ലോങ് വവ്വൽ സൗണ്ട് ഉണ്ട്. ലോങ് വവ്വൽ സൗണ്ട് ശരിക്കും നമ്മൾ ആ വവ്വലിന്റെ പേര് പോലെ തന്നെയാണ്. എയുടെ ലോങ് വവ്വൽ സൗണ്ട് എന്താ പറയട്ടെ? എയ് എയ്. എയുടെ ലോങ് വവ്വൽ സൗണ്ട്. ഇനി ഇയുടെ ലോങ് വവ്വൽ സൗണ്ട് എന്തായിരിക്കും? ഇ ഇ. ഐയുടെ ലോങ് വവ്വൽ സൗണ്ട് എന്താ? ഐ എന്ന് തന്നെ. ഐ ഐ. ഓ ഓ. ഇത്തിരി നീട്ടി ലെങ്ത് ആക്കി പറയണം. ഷോർട്ട് ഓ എന്ന് പറയുന്ന ഓ അത്രേ ഉള്ളൂ. ലോങ് ഓ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ ഇത്തിരി നീട്ടി പറയണം ഓ. ഓക്കെ. യുടെ 2 ലോങ് വവ്വൽ സൗണ്ട്. യുടെ സൗണ്ട് നമ്മൾ എന്താ പഠിച്ചത്? ആ ആണ് ഷോർട്ട് വവ്വൽ സൗണ്ട്. ലോങ് വവ്വൽ സൗണ്ട് യു എന്നും പറയും ഊന്നും പറയും. ഓക്കെ. ചില സ്ഥലത്ത് യു എന്നും പറയും ഊന്നും പറയും. ഇവിടെ ഊന്നാണ് ഇത് ചെയ്യുക. ഇനി ഈ റൂള് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയും. ഇപ്പം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബി എൽ നേരത്തെ നമ്മൾ ഓൾറെഡി ബ്ലെൻഡ് ചെയ്യുന്ന പഠിച്ചില്ലേ? ബി എൽ ഒരുമിച്ചാക്കി എന്ത് എങ്ങനെ വായിക്കാം? ബിൾ 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 ഊ ബിൾ ഊ. ബ്ലൂ ബ്ലൂ കളർ. ബ്ലൂ കളർ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? the LED blinking LED light is blue. The chair is blue. ഇനി എന്താ ബ്ലൂ ഉള്ളത്? അതിനെന്താ പറയാ? ബൗളിംഗ് ബോളിന്റെ ആ ബോട്ടിൽസ് ബ്ലൂ കളറാണ്. വാട്ടർ ബോട്ടിൽസ് ബ്ലൂ കളർ. ഓക്കെ. ബ്ലൂ മനസ്സിലായില്ലേ? നീല നിറം ബ്ലൂ കളർ. ഇനി ഒരു റൂളും കൂടെ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ ബ്ലൂ. ദ ക്ലൗഡ്സ് ആർ ബ്ലൂ. ദാറ്റ് എലിഫന്റ് ഈസ് ബ്ലൂ. ഓക്കെ. നോക്കിയേ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു ലെസൺ പഠിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇങ്ങനെ ലാസ്റ്റ് ഈ വരൂല്ലേ, ഒരു വേർഡിന്റെ അവസാനം ഈ വരുമ്പോ അതിന് പറയുന്നതാണ് മാജിക് കീ. എന്താ പറയാ? മാജിക് കീ. മാജിക് കീ എന്താ ചെയ്യണേന്ന് പറയട്ടെ? അതിന്റെ പുറകിലുള്ള 2 ആൽഫബറ്റിനെ നോക്കും. ആ പുറകിൽ ഈ മാജിക് കീയുടെ പുറകിലുള്ള 2 ആൽഫബറ്റിൽ എവിടെയെങ്കിലും വവ്വൽസ് ഉണ്ടെങ്കിൽ മാജിക് കീ എന്താ ചെയ്യണേന്ന് പറയട്ടെ? മാജിക് കീ ഒളിച്ചിരിക്കും. നമ്മൾ വാതിന്റെ പുറകിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലേ? അതുപോലെ മാജിക് കീ ചെന്നിട്ട് അതിന്റെ പുറകിൽ 2 ആൽഫബറ്റിനെ നോക്കിയിട്ട് അതിൽ വവ്വൽസ് ഉണ്ടെങ്കിൽ വവ്വലിനെ ചെന്നിട്ട് പേടിപ്പിക്കും. അപ്പോൾ വവ്വല് പാവം അതിന്റെ സൗണ്ട് മറന്നു പോകും പേടിച്ചിട്ട്. എന്നിട്ട് പേടിച്ചിട്ട് നമ്മൾ പേടിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? അയ്യോ അമ്മ എന്നൊക്കെ അല്ലേ പറയുന്നേ? അതുപോലെ പിന്നെ വവ്വല് പേടിച്ചിട്ട് പിന്നെ അത് അതിന്റെ പേര് എന്താ പറയാ? ഒച്ചെടുക്കും, സ്ക്രീം ചെയ്യും. അതുപോലെ വവ്വൽസ് പേടിച്ച് ചെയ്യുമ്പോൾ സ്ക്രീം ചെയ്യണം എന്താ പറയട്ടെ? അതിന്റെ ലോങ് വവ്വൽ സൗണ്ട്, വവ്വലിന്റെ സൗണ്ട് തന്നെ സ്ക്രീം ചെയ്യും. അപ്പൊ ഇവിടെ യുടെ ആ സൗണ്ട് ഷോർട്ട് സൗണ്ട് അല്ല, ഊന്നാണ് വായിക്കുക. യെല്ലോ കളർ ആക്കിയേക്കുന്നതുണ്ടോ? അത് അവിടെ സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോയിഷ് കളർ ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ എന്നിട്ട് മാജിക് കീ എന്ത് ചെയ്യുമെന്ന് പറയട്ടെ? പേടിപ്പിച്ച് കഴിഞ്ഞിട്ട് മാജിക് കീ അവിടെ പോയി ഒളിച്ചിരിക്കും. പിന്നെ മാജിക് കീയുടെ സൗണ്ട് നമുക്ക് പറയണ്ട. മാജിക് കീ അവിടെ പോയി പേടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാജിക് കീ സൈലന്റ് ആണ്, അവിടെ പോയി ഒളിച്ചിരിക്കും. വീണ്ടും അടുത്ത ആളിനെ പേടിപ്പിക്കാൻ. ഓക്കെ. അപ്പൊ ഇത് വായിക്കുന്നത് എങ്ങനെയാ? ബിൾ ഊ. അത്ര മതി. മാജിക് കീയുടെ സൗണ്ട് വായിക്കണ്ട. ഓക്കെ. നെക്സ്റ്റ് വൺ. ബിൾ ഊ ബ്ലൂ. നെക്സ്റ്റ് വായിച്ചേ. ബിൾ ഓ ഖ. ബ്ലോക്ക്. വെരി ഗുഡ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താ? വണ്ടി ബ്ലോക്ക് ചെയ്യുന്ന തടസ്സം ബ്ലോക്കാണ്. വണ്ടികളെല്ലാം തടസ്സമായി കിടക്കുകയാണെങ്കിൽ ബ്ലോക്കായി കിടക്കുക. ബ്ലോക്ക് മീനിങ് കട്ടകൾ. ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ വെച്ച് കളിക്കാറില്ലേ? ബ്ലോക്സ്, കട്ടകൾ. ഓക്കെ. ബ്ലോക്സ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഒന്ന് വായിച്ചേ. ബിയും എല്ലും കൂടെ ബ്ലെൻഡ് ചെയ്താ ബിൾ. യുടെ സൗണ്ട് എന്താ? ആ. ആറിന്റെ സൗണ്ട് എന്താ? ആ. യുടെ ആ ബ്ലെൻഡ് ചെയ്ത് എന്താ വരിക? ആർ. ബിൾ ആർ. ബ്ലർ. ബ്ലർ എന്ന് വെച്ചാൽ മങ്ങിയത്. നമുക്ക് ചില്ലിലൊക്കെ പൊടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ മഞ്ഞ് പോലെ പിടിച്ച് കഴിയുമ്പോൾ മങ്ങിയിരിക്കൂലേ, കാണാൻ പറ്റാതെ. അതാണ് ബ്ലർ ആയിട്ടിരിക്കുക. ബ്ലർഡ് വിഷൻ. ബ്ലർ നല്ലപോലെ കാണാൻ പറ്റാതിരിക്കുന്നതാണ് ബ്ലർ ആയിട്ടിരിക്കുക, മങ്ങിയത്. നെക്സ്റ്റ് വൺ. ഇനി വേഗം പറഞ്ഞു പോട്ടെ, ഞാൻ പോസ് ചെയ്യണില്ല. നെക്സ്റ്റ്. ബിൾ. ഓയും ഡബ്ല്യൂയും കൂടെ ബ്ലെൻഡ് ചെയ്ത ഓ. ഓയും വാ സൗണ്ടും കൂടെ ഓ. ബ്ലോ. നെക്സ്റ്റ്. ബിൾ ഈ. ഒരു സെക്കൻഡ്, ഇത്തിരി പുറകിലോട്ട് വരട്ടെ. ബ്ലർ.
ബ്ലോക്ക് വായിച്ചതാ നമ്മൾ. പോട്ടെ. ബ്ലർ വായിച്ചതാ. ബ്ലോ എന്ന് വെച്ചാൽ ഊതുക. ബ്ലോ എയർ ഇൻ ടു എ ബലൂൺ. ഇവിടെ ഓക്കെ. ഇത് വായിക്കുന്ന ബ്ൽ, ഈ എന്നും കെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലിങ്ക്. ബ്ൽ ഇ ബ്ലിങ്ക്. നെക്സ്റ്റ് ഇതാ, ഇത് നോക്കിയേ. ഇവിടെ ഐയുടെ ലോങ് വവൽ സൗണ്ടാണ്. അണ്ടർലൈൻ ചെയ്തേക്കുന്നത് കണ്ടാ, അത് മനസ്സിലാവാൻ വേണ്ടി. അത് എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്നല്ല വായിക്കണ്ടേ. ഐയുടെ ലോങ് വവൽ സൗണ്ട് എന്താ പറഞ്ഞേ? ഐ എന്ന് തന്നെ. ഐ. അപ്പൊ ഇങ്ങനെ വായിക്കുക, ബ്ൽ ഐ. എന്നിന്റെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലൈൻഡ്. ബ്ലൈൻഡ് എന്താ? കണ്ണ് കാണാത്ത, വിഷ്വലി ഇമ്പയർഡ്. കാഴ്ച ഇല്ലാത്തവരിനെയാണ് ബ്ലൈൻഡ് പേഴ്സൺ എന്ന് പറയുക. കാണാൻ പറ്റാത്ത, കണ്ണ് കാണാത്ത ആളുകളാണ് ബ്ലൈൻഡ് പേഴ്സൺ. ഓക്കെ. നമ്മളുടെ കണ്ണ് മൂടി വെച്ച് നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ ബ്ലൈൻഡ് ആയിപ്പോവും. ഓക്കെ. ബ്ലൈൻഡ്, കാഴ്ചശക്തി കുറവുള്ളവർ അല്ലെങ്കിൽ ഇല്ലാത്തവർ, ബ്ലൈൻഡ്. നെക്സ്റ്റ് ബ്ൽ ആ സ്റ്റ്. ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുക, ബോംബ് ബ്ലാസ്റ്റ്. നെക്സ്റ്റ് വൺ. ദേ ഇവിടെ മാജിക് കീ ഉണ്ട്, കണ്ടോ? ഈ മാജിക് കീ പോയിട്ട് എനെ പേടിപ്പിക്കും. അപ്പൊ എ ലോങ് വവൽ സൗണ്ട് എന്താ? എ എന്നാണ് പറയുക. എ. ബ്ൽ എ ഡ. മാജിക് കീയുടെ പിന്നെ പറയണോ? വേണ്ട. ബ്ൽ എ ഡ. ബ്ലേഡ്. ബ്ലേഡ്, മുറിക്കുന്ന ബ്ലേഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ. ദേ മാജിക് കീ. മാജിക് കീ പോയി എനെ പേടിപ്പിച്ചു. അപ്പോ ബ്ൽ എ ബ്ലെയിം ആയിരുന്നു അത്. ഇത്തിരി ബാക്കിലോട്ടെ. അയ്യോ. ബ്ലാസ്റ്റ്, ബ്ലെൻഡ്. ഇത് ബ്ലാസ്റ്റ് ഒക്കെ ബ്ലെൻഡ് കണ്ടായിരുന്നു നമ്മള്. ബ്ലെൻഡ്, ബ്ലേഡ്. ബ്ലേഡ് വായിച്ചില്ലേ? ബ്ൽ എ. മാജിക് കീ ഉണ്ട്. ഡ. ബ്ലേഡ്. ഇത് ബ്ൽ എ ബ്ലെയിം എ പേഴ്സൺ. കുറ്റം ചാരുക. അവനാ ചെയ്ത്, അവളാ ചെയ്ത്, ഇവളാ ചെയ്ത്. നെക്സ്റ്റ് വൺ. നോക്കിയേ. ഇനി ഇവിടുത്തെ റൂൾ പറയാം. പോസ് അല്ലേ? ഓക്കെ. രണ്ട് വവൽസ് അടുത്തടുത്ത് വരുമ്പോൾ വെൻ ടു വവൽസ് കം ടുഗെദർ ഫസ്റ്റ് വൺ ഡു ദ ടോക്കിംഗ് എന്നാണ് പറയുക. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. രണ്ട് വവൽസും കൂടി കൂട്ടുകൂടില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ക്ലാസ്സിൽ കൂട്ടുകൂടിയിരിക്കില്ലേ? അതുപോലെ രണ്ട് വവൽസും കൂടെ കൂട്ടുകൂടിക്കുമ്പോൾ ആദ്യത്തെ വവലിന്റെ സൗണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ വവലിന്റെ ലോങ് ഇതാണ്. മാജിക് കീ അല്ല. രണ്ട് വവലും കൂടെ കൂട്ടുകൂടിക്കുമ്പോൾ ആദ്യത്തെ വവലിന്റെ ഇതാണ് ഉറക്കെ പറയുക. രണ്ടാമത്തെ വവല് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ എയുടെ ലോങ് വവൽ സൗണ്ട് എന്താ? എയ്. എയ്. എയ് എന്നുള്ളത് ഉറക്കെ പറയും. ഐ സൈലന്റ് ആണ്. ഓക്കെ. ബ്ർ. ബിയും ആറും കൂടെ ബ്ലെൻഡ് ചെയ്ത് എന്താ വരിക? ബ്ർ. ബിയുടെ ബ സൗണ്ടും ആറിന്റെ സൗണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ ബ്ർ എയ്. എന്താ? ബ്രെയിൻ. ബ്രെയിൻ എന്താ? തലച്ചോറ്. വെർ ഈസ് അവർ ബ്രെയിൻ? ഇൻസൈഡ് അവർ ഹെഡ്. ബ്രെയിൻ. നെക്സ്റ്റ് വൺ. ഇനി ഇത് ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു പോവാം. അത് കുഴപ്പമില്ല, സമയം എടുത്താലും പ്രശ്നമില്ല. അപ്പൊ അതൊക്കെ ചെയ്തു. ബിയും ആറും കൂടെ ബ്ലെൻഡ് ചെയ്ത് ബ സൗണ്ടും ആർ സൗണ്ടും കൂടെ ബ ആർ ബ്ലെൻഡ് ചെയ്ത് എന്താ വരിക? ബ്ർ. 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 യുടെ സൗണ്ട് എന്താ? ആ. ഇനി എസും എച്ചും കൂടെ ബ്ലെൻഡ് അല്ല. ഷ് ആണ്. കറക്റ്റ്. വെരി ഗുഡ്. ഷ് എന്നാണ്. അത് ബ്ലെൻഡ് ആണോ? അല്ല. അതിന് ഡൈഗ്രാഫ് എന്നാണ് പറയുക. അതെന്താന്ന് പറയട്ടെ. ബിയുടെ സൗണ്ട് എന്താ? ബ. ആറിന്റെ സൗണ്ട് എന്താ? ർ. ബിയും ആറും കൂടെ ബ്ലെൻഡ് ഒരുമിച്ചായി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ര സൗണ്ടിൽ ബിയുടെ ബ സൗണ്ട് കേൾക്കാനില്ലേ? ആറിന്റെ സൗണ്ട് കേൾക്കാനില്ലേ? ഇനി എസിന്റെ സൗണ്ട് എന്താ? എച്ചിന്റെ സൗണ്ട് എന്താ? ഹ. ഹ. എസും എച്ചും കൂടെ സ് എന്നാണോ പറയണേ? അല്ല. അപ്പൊ ഒരു പുതിയ സൗണ്ട് അല്ലേ ഉണ്ടായേ? എസിന്റെ സൗണ്ടും കേൾക്കാനില്ല, എച്ചിന്റെ സൗണ്ടും കേൾക്കാനില്ല. ഒരു പുതിയ സൗണ്ട് ഉണ്ടായി. അതുകൊണ്ട് അതിനെ ബ്ലെൻഡ് എന്നല്ല പറയുക, ഡൈഗ്രാഫ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വായിക്കാം. ബ്ര ആ ബ്രഷ്. ടൂത്ത് ബ്രഷ്. പെയിന്റ് ബ്രഷ്. ബ്രഷ്. ഓക്കെ. ഇത് നമുക്ക് ഡൈഗ്രാഫ് പിന്നെ വേറെ ലെസൺ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഇതിങ്ങനെയുള്ള ബ്ലെൻഡിങ് വേർഡ്സിൽ വരുമ്പോൾ പറഞ്ഞു.
ബാത്റൂമിലെ ബ്രഷ്. ഓക്കെ, താഴെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ബ്രഷ്. നെക്സ്റ്റ് ബി ആറും കൂടെ ബ്ലെൻഡ് ചെയ്തു. ബ്ര ഇ ഖ, സിയും കെയുടെ ഖ കൂടെ ഖ. ബ്ര ഇ ഖ, ബ്രിക്ക്, കല്ല്, ഇഷ്ടിക. വി ബിൽഡ് ഹൗസ് വിത്ത് ബ്രിക്സ്, ബ്രിക്ക്. നെക്സ്റ്റ് വൺ. പാലത്തിന്റെ ബ്രിക്സ് വെച്ച് പാലം കെട്ടാം. നെക്സ്റ്റ് ദേ ഇവിടെ മാജിക് കീ ഉണ്ട്. മാജിക് കീ പോയിട്ട് അതിനെ പേടിപ്പിച്ചു. അപ്പൊ ഐയുടെ സൗണ്ട് ഐ നൈ, ഐ. ബ്ര ഐ ഡ. പിന്നെ മാജിക് കീയുടെ സൗണ്ട് പറയണോ? നോ. ബ്ര ഐ ഡ, ബ്രൈഡ്. വെരി ഗുഡ്. ബ്രൈഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? കല്യാണ പെണ്ണ്, മണവാട്ടി. ബ്രൈഡ്, ബ്രൈഡ് ഓഫ് എ വെഡിങ്. കല്യാണം കഴിക്കാൻ പോകുന്ന ലേഡീനെയാണ് ബ്രൈഡ് എന്ന് പറയുക. ചെറുക്കനെ എന്താ പറയുക? മാൻ ഓഫ് ദ വെഡിങ്, മാൻ ഹൂസ് ഗെറ്റിംഗ് മാരീഡ്. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ് ഗ്രൂം. പറഞ്ഞേ, ബ്രൈഡ് ഗ്രൂം. നെക്സ്റ്റ് ഇതൊന്ന് വായിച്ചേ. രണ്ട് ഈ വവ്വൽസും കൂടെ കൂട്ടുകൂടി. അപ്പൊ ആദ്യത്തെ വവ്വലിന്റെ സൗണ്ട് എയ് ഉറക്കെ പറയണം. ബ്ര എയ് ഡ, ബ്രെയ്ഡ്. സൂപ്പർ. ബ്രെയ്ഡ് എന്ന് വെച്ചാൽ നൂല്. ബ്രെയ്ഡ്, നൂല്. നെക്സ്റ്റ് വൺ. മാജിക് കീ ഉണ്ട്. മാജിക് കീ പോയിട്ട് എനെ പേടിപ്പിച്ചു. അപ്പൊ എയുടെ സൗണ്ട് എയ് നായി. ബ്ര എയ് ബ്രേവ്. അയാൻ ഈസ് എ ബ്രേവ് ബോയ്. അന്ന ഈസ് എ ബ്രേവ് ഗേൾ. ബ്രേവ്, ബ്രേവ് എന്ന് വെച്ചാൽ നല്ല ധൈര്യമുള്ളത്. ബ്രേവ്, ധൈര്യമുള്ളത്. ബ്രേവ്, ബ്രേവ് പേഴ്സൺ, നല്ല ധൈര്യമുള്ള ആള്. നെക്സ്റ്റ് വായിച്ചു നോക്കി, തന്നെ വായിച്ചു നോക്കിയേ. ബി ആറും കൂടെ. ബ്ര ഓ വാ, ഓ ബ്ര ഔ ബ്രൗൺ, ബ്രൗൺ കളർ. ബ്രൗൺ കളർ എവിടെയുള്ള? That cupboard is brown in color. The wood is, this is brown in color. The owl is partially brown in color. Brown, brown color. Next one. Last one. ഒരെണ്ണം കൂടി ഉള്ളു. The bear is brown in color. ബെയറിന്റെ ആർ സൈലന്റ് ആണ് കേട്ടോ. ബെയർ എന്ന് പറഞ്ഞാൽ മതി. ബെയർ എന്ന് പറയണ്ട. ആറ് പതുക്കെ ഉച്ചരിച്ചാൽ മതി. ബെയർ, ബെയർ. ഇനി ഇത് വായിച്ചു നോക്കിയേ. ഇതാ ഇത് ഡൈഗ്രാഫാണ്. സിയുടെ സൗണ്ടും എച്ചിന്റെ സൗണ്ടും ചേർന്ന് കഴിയുമ്പോൾ എന്താ വരിക? ച്. വെരി ഗുഡ്. ബ്ര എയുടെ ആൻ ച്. ബ്രാഞ്ച്, ബ്രാഞ്ച് എന്ന് വെച്ചാൽ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. ഇതാ കൊമ്പുകൾ, ശിഖിരങ്ങൾ. ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ ശിഖിരങ്ങൾ. ബാങ്കിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് അത് ബാങ്കിന്റെ ശാഖകൾ. അങ്ങനെ അർത്ഥത്തിൽ തന്നെയാണ്. ബ്രാഞ്ചിന്റെ ശാഖകളെയാണ് ബ്രാഞ്ചസ് ഓഫ് എ ബാങ്ക്. ഓക്കെ, അങ്കമാലി ബ്രാഞ്ച്, ആലുവ ബ്രാഞ്ച്, അങ്ങനെ പറയുന്നത്. ഓക്കെ, മരത്തിന്റെ ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ കൊമ്പുകൾ, ശിഖിരങ്ങൾ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വേർഡ്. ഒരെണ്ണം കൂടിയേ ഉള്ളൂ, അല്ല രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ നോക്കിയാൽ ഇവിടെ മാജിക് കീ ഉണ്ട്. ഇത് മാജിക് കീ അല്ല, ഇതിൽ എല്ലാ റൂളും കൂടെ വന്നല്ലോ. ഓക്കെ, ജിയുടെ സൗണ്ട് എന്താ? ഗ ആണ്. പക്ഷെ മാജിക് കീ ഉണ്ടെങ്കിൽ ജീനെ പോയി പേടിപ്പിക്കും. ജിയുടെ അപ്പോൾ ജി പാവമായിട്ട്, അല്ലെങ്കിൽ ജി ഗു എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിരുന്നതാ. മാജിക് കീ പോയിട്ട് പേടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ജി പാവമായിട്ട് ജിയുടെ സൗണ്ട് ജ് എന്നാവും. ജ്. ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ജിയുടെ സൗണ്ട് ഗ എന്നാണ്. പക്ഷെ മാജിക് കീ പോയി പേടിപ്പിച്ച് കഴിയുമ്പോൾ പേടിച്ച് പോയി കഴിയുമ്പോൾ ജി എന്നുള്ള പാവം സൗണ്ട് ആവും. ഓക്കെ, എന്നിട്ട് മാജിക് കീ അവിടെ പോയി ഒളിച്ചിരിക്കും. ഇത് മാജിക് കീ അല്ല, പക്ഷെ ജീനെ പോയി പേടിപ്പിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ വായിച്ചോളൂ. ബ്ര ഇ ഡ ഡ ജ്. ബ്ര ഇ ഡ ജ്. ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്താ? പാലം. ബ്രിഡ്ജ് അക്രോസ് എ റിവർ. ബ്രിഡ്ജ് അക്രോസ് എ പാലത്തിൽ കൂടെ നമ്മൾ വെള്ളത്തിന്റെ വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ പാലം പണിതാലേ നമുക്ക് ബൈക്ക്, കാറെല്ലാം അതിന്റെ മുകളിൽ കൂടെ ഓടിച്ചു വരാൻ പറ്റുള്ളൂ. ബ്രിഡ്ജ്. വൺ മോർ.
ലാസ്റ്റ് വേർഡ് ബ്ര ഓ ടി എച്ച് എന്താ ത അതും ഒരു ഡയഗ്രാഫാണ്. ആ മാറിപ്പോയല്ലേ. ബ്രിഡ്ജ് ഇത് ടി എച്ചും ഒരു ഡയഗ്രാഫാണ്. ത എന്നാണ് വായിക്കാൻ. ത ബ്ര ഓ ത എർ ബ്രദർ. വെരി ഗുഡ്. ബ്രദർ മീനിങ് അനിയൻ, ചേട്ടൻ. എൽഡർ ബ്രദർ, യങ്ങർ ബ്രദർ. എൽഡർ ബ്രദർ എന്ന് വെച്ചാൽ മൂത്ത ജ്യേഷ്ഠൻ. യു ഹാവ് എൻ എൽഡർ ബ്രദർ. ഓക്കെ. യങ്ങർ ബ്രദർ എന്ന് വെച്ചാൽ അനിയൻ, താഴെയുള്ള ആള്. ബ്രദർ. മെയിൽ സിബ്ലിംഗ് ഇസ് കോൾഡ് എ ബ്രദർ. ചേട്ടൻ്റെ അനിയൻ ഞാനാണ്. ഓക്കെ. എൽഡർ ബ്രദർ. യങ്ങർ ബ്രദർ ആണ് ചേട്ടൻ്റെ. അയാൻ്റെ എൽഡർ ബ്രദർ ആരാ? ആര്യ. അങ്ങനെ. ഓക്കെ. എൽഡർ ബ്രദർ എന്ന് വെച്ചാൽ മൂത്ത ചേട്ടൻ. യങ്ങർ ബ്രദർ എന്ന് വെച്ചാൽ അനിയൻ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബി എല്ലും ബി ആറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പഠിച്ചില്ലേ ബ്ലെൻഡ് ചെയ്യാൻ? ഓക്കെ ടീച്ചറെ.